റിവൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവം ധാരാളം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ പലപ്പോഴും പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്, ഏലിയാവിൻ്റെ പുതപ്പ് വന്ന് എലീശയുടെ മേൽ വീണം. ആക്ച്വലി എന്താ സംഭവം അറിയോ? ഈ പുതപ്പിൻ്റെ വിഷയങ്ങളൊന്നുമല്ല, നമ്മൾ പുറമോട്ട് വായിച്ച് കഴിഞ്ഞാൽ അതെല്ലാം മുഖാന്തരമാകുകയാണ്. ഈ തൊങ്ങലോ പുതപ്പോ ഒന്നുമല്ല വിഷയം, വിശ്വാസമാണ്. അവനോട് ഏലിയാവ് പറയുന്നൊരു വാക്കുണ്ട്, എന്നെ ഇന്ന സ്ഥലത്തേക്ക് ദൈവം അയച്ചിരിക്കുന്ന യഹോവയാണ്, നിൻ്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല. മറ്റു പ്രവാചകന്മാരുണ്ട് ഈ ഗ്രൂപ്പിൽ, അവരൊക്കെ പറഞ്ഞ് നിൻ്റെ യജമാനനെ നിൻ്റെ തലയ്ക്കിളന്ന് എടുത്തു കളയും. നിങ്ങൾ യു മൈൻഡ് ഓൺ യുവർ ബിസിനസ്. എനിക്ക് എൻ്റെ പാതയിൽ അവൻ വീണ്ടും പോകുമ്പോൾ യോർദാൻ കടന്ന് താൻ ആ പുതപ്പടിക്കുന്നതൊക്കെ എലീശ കാണുകയാണ്. തൻ്റെ ഹൃദയത്തിൽ വേറെ ഒന്നുമല്ല, ഈ മനുഷ്യൻ്റെ കയ്യിൽ ബാങ്ക് വാൾസുണ്ട്, ഈ മനുഷ്യന് എസ്റ്റേറ്റ് ഒന്നുമില്ല, ഷീയുടെ മേലൊരു അഭിഷേകമുണ്ട്. താൻ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്ന ഇങ്ങനെയാണ്, അതിൻ്റെ ഒരു ഇരട്ടിപ്പങ്കോ. ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. വചനത്തിൻ്റെ വാതിലുകളെ തുറന്നിരുന്ന പരിശുദ്ധാത്മാവിന് നന്ദി പറയുന്നു. അതിൻ്റെ ഒരു ഇരട്ടിപ്പങ്ക്. അപ്പോൾ ഏലിയാവ് ചോദിക്കുന്നുണ്ട്, അത്രയും കൂടെ വന്നവനോടാണ് ചോദിക്കുന്നേ, ഞാൻ എന്താണ് നിനക്ക് ചെയ്തു തരണ്ടേ? നിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക്. നീ പ്രയാസമുള്ള കാര്യം ചോദിച്ച്, നീ എന്നെ കാണുന്നെങ്കിൽ നിനക്കത് ലഭിക്കും. കാണുന്നെങ്കിൽ ആ വെളിപ്പാട് ഇസ്രായേൽ തേരാളികൾ അല്ല പുതപ്പ് മേളിൽ നിന്ന് വരിക. ഏലിയാവിൻ്റെ എലീശയുടെ മേൽ വന്ന് വീണമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ എന്താ അവിടെ കൈമാറ്റം? ആ കൈമാറ്റത്തിൻ്റെ പിൻപിൽ സമർപ്പണം. പലരും നമുക്കറിയാം, പല മീറ്റിങ്ങുകൾക്കും അഭിഷേകം വേണ്ടവർ വരാൻ പറയുമ്പോൾ ഓടി വരും. അത് ചുമ്മാവെന്നുള്ള കൈമാറ്റമല്ല. ചുമ്മാ ചിലരെ കയറി സ്പിരിച്വൽ ഫാദർ എന്ന് വിളിക്കും. അല്ല, ഏലിയാവിൻ്റെ കൈക്ക് തണ്ണീരൊഴിച്ചു കൊടുത്ത് എലീശ കൂടെ നടന്ന് ശുശ്രൂഷകൾ ചെയ്യും. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി, നോയിങ്ലി ഓർ അൺനോയിങ്ലി ഇറ്റ് വിൽ ഹാപ്പൻ. നിങ്ങളത് അറിയുന്നില്ലെങ്കിൽ പോലും ആ എണ്ണ നിങ്ങളിലേക്ക് അനുഗ്രഹിക്കും. മറ്റുള്ളവരെ, നിങ്ങളുടെ മുകളിലുള്ളവരെ നിങ്ങൾ ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ എണ്ണ പാർന്നുകൊണ്ടിരിക്കുക. അല്ല, പെട്ടെന്നൊരു പുതപ്പ് വീണു, പെട്ടെന്ന് അവിടെ ചെല്ലുമ്പോൾ ഒരു കോൺഫറൻസ് ആടുന്നു, ഒരു എണ്ണ പാർന്നു, പെട്ടെന്ന് തലേ കൈവച്ച് കിട്ടി. അങ്ങനല്ല. അതിൻ്റെ പിൻപിൽ എന്തോ അതിന് പറയുന്ന ഫാദർ, സ്പിരിച്വൽ ഫാദർ, അല്ലെങ്കിൽ എൻ്റെ ആത്മീയ നേതൃത്വമുള്ളവരാണെന്നുള്ള ബഹുമാനിക്കുമ്പോൾ ആ ബഹുമാനമാണ് നിങ്ങളിലേക്ക് നിങ്ങൾ അറിയാതെ എണ്ണ പകരുന്നത്. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ ഏതെങ്കിലും ദൈവിക ശക്തി എനിക്ക് കൂടുതലായി വേണം, അഭിഷേകമാണെന്ന് പറയുമ്പോൾ ദൈവം നിന്നെ ആക്കി വെക്കുന്നൊരു സ്ഥലമാണ്. അവിടെ കീഴ്പ്പെട്ട് നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ നീ അറിയാതെ, വചനം പറയുന്നു, കൂടാരം വിട്ട് പിരിയാതിരുന്ന യോശുവ അന്തിയോട് ഏലിയാവിൻ്റെ കൈക്ക് തണ്ണീരൊഴിച്ചു കൊടുത്ത എലീശ കൂടെ നിന്നാൽ നീ അറിയാതെ എണ്ണ പകർന്നുകൊണ്ടിരിക്കും. അന്നേരം ദൈവം വേണേൽ പുതപ്പ് വീഴാനുള്ള സാഹചര്യങ്ങളും അല്ലെങ്കിൽ ദൈവം തൊങ്ങലെത്തിടാനുള്ള സാഹചര്യങ്ങളെല്ലാം ദൈവം ഒരുക്കി തരും. ടേക്ക് എ ഗ്രേറ്റ് കമ്മിറ്റ്മെൻറ്റ്. ഞാൻ ആ അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കും. കാരണം അഹരോൻ്റെ തലേന്ന് മുകളിലോട്ടല്ല എണ്ണ ഒഴുകി, താടിയിലേക്ക്, വസ്ത്രത്തിലേക്ക് അത് ഒഴുകി വരും. അന്നേരമാണ് ശുശ്രൂഷയുടെ പൂർത്തീകരണത്തിലേക്ക് ദൈവം നിങ്ങളെ നയിക്കുന്നത്. അതുകൊണ്ട് മറന്നുപോകല്ലേ, ആ ഹൃദയത്തിനകത്ത് വ്യക്തമായൊരു സമർപ്പണം ഉണ്ടെങ്കിൽ നിങ്ങളെ ഉയർത്താൻ, മാനിക്കാൻ ദൈവം ശക്തനാണ്. ആമേൻ.